അസ്സലാമലൈക്കും, എല്ലാവർക്കും കേട്ടസ് ഫാമിലിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്താണ്. നമ്മൾ കേരളത്തിൽ നിന്ന് നാസിക്ക് വരുന്ന വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ്, അത് കണ്ടു നോക്കി. കാണാത്തവരൊന്ന് ചാനൽ ഇവർ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നാസിക്കിലെ ടൗൺ ഏരിയയിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മൾ ഇവിടെ ഇപ്പോൾ റൂം എടുത്തിട്ടുള്ള സ്റ്റേ ചെയ്തൊരു 10 AM നമ്മളോടൊന്ന് വെട്ടിയിട്ട് പോകണം. കാരണം നമുക്ക് ടൈം അത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഏത് റൂം എടുക്കണമെങ്കിൽ അതേപോലെ റെഗുലർ ചെക്കിനും അതേപോലെ റെഗുലർ ചെക്കൗട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടൗൺ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു കോളേജ് അഡ്മിഷൻ ബന്ധപ്പെട്ടാണ്. അതായത് കോളേജിന് വേറെ ആർക്കുള്ള എനിക്ക് തന്നെയാണ്. +2 പഠനം, സ്കൂൾ പഠനം എല്ലാം 2014 തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കോളേജ് അഡ്മിഷൻ ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോളേജ് ഏതാണെന്നും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് കാണിക്കലാണ് നമ്മളൊരു ഹോബി. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കോളേജ് റിലേറ്റഡായ, കോളേജിന് അഡ്മിഷൻ റിലേറ്റഡായ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഗായ്സ്, നാസിക്കിൽ നമ്മൾ എത്തിയതിന് ശേഷം താമസിച്ച റൂമാണിത്. നല്ലൊരു നോർമൽ അഫോർഡബിൾ റേറ്റിലുള്ള ഏകദേശം 2000 റുപ്പീസ് ഒരു വെർത്തുള്ള റൂമായിരുന്നു. നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൈലബിൾ ആയിട്ട്. പിന്നെ നമ്മൾ റൂമിലുള്ള സ്റ്റേ ടൈം കഴിഞ്ഞതാണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇനി കോളേജിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നാസിക് ടൗണിൽ കൂടെ തന്നെ നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കോളേജിലെത്തും. അപ്പോൾ എത്രയും മുമ്പ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമ്മൾ നിയർ ബൈ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തിട്ടാണ്, അതായത് ലൊക്കേഷനിൽ നിയർ ബൈ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ വരെ കാണാം. ഫുൾ കംപ്ലീറ്റ്ലി വോയിസ് ഓവർ ആയതിനു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളങ്ങനെ വീണ്ടും വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ കോളേജിലേക്ക് ലൊക്കേഷൻ അടിച്ച് മൂവ് ചെയ്യുകയാണ്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കോളേജ് എത്തിയിട്ട് ബാക്കി കാര്യം കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ നാസിക്കിലുള്ള നമ്മളുടെ കോളേജ്, HEL പരവാര ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഷീറ്റുകളിൽ കാണുന്നത് സെസ്നയുടെ 2 എയർക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഉള്ളത്. അപ്പോൾ നമ്മളെ കോളേജിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള പരിപാടി നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ ഹോസ്റ്റൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഓവർ വ്യൂ കേട്ടോ കോളേജിൽ നിന്നുള്ള. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മളൊരു ഹോസ്റ്റലിലെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടും ഹോസ്റ്റലും ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സീനിയേഴ്സ് കുട്ടികൾ, അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇനി നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഹോസ്റ്റൽ ഇവിടെ അല്ല എന്നാണ് പറയുന്നത്. ടൗൺഷിപ്പിൽ വേറൊരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്, അവിടെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മളിവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും. കാരണം നമുക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊന്നും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്ര ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി തിരിച്ചുകൊണ്ടല്ലോ, ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ കോളേജിലുള്ള അഡ്മിഷനും കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലെല്ലാം കണ്ട ശേഷം നമ്മളങ്ങനെ നാസിക് ടൗണിൽ നിന്നും നമ്മളെ യാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ നാട്ടിലേക്ക് ഇനി തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഉള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ CNG ഇനി അടിക്കണം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിയർ ബൈ CNG പമ്പ് അടിച്ചിട്ടാണ് ഇനി നമ്മൾ ലൊക്കേഷൻ എടുത്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ CNG അടിക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കണം. ഇവിടെ ഒരുപാട് വണ്ടികൾ CNG കൺവേർട്ടഡ് വണ്ടികളാണ്. പക്ഷേ എല്ലാ പമ്പിലും അങ്ങനെ CNG അവൈലബിൾ അല്ല. ഓരോ പമ്പ് ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ CNG ഉണ്ടാവും, ചിലപ്പോൾ CNG ഉണ്ടാവില്ല. കാരണം ഒരൊറ്റ ഔട്ട്ലെറ്റേ ഉള്ളൂ. അതിൻ്റെ ചുറ്റുപാട് നോക്കിയപ്പോൾ ഒരുപാട് കുട്ടികളിങ്ങനെ കളിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ CNG അടിച്ചിട്ട് ബാക്കി ആരും കാണിക്കാം കേട്ടോ.
സോ ഗായ്സ്, നമ്മൾ മുംബൈയിലുള്ള നാസിക്കിലെ നമ്മളെ കോളേജിൽ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കോളേജ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടൈമില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ടൈം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചാൽ മറ്റന്നാൾ പുലർച്ചെ നമ്മൾ എന്തായാലും നാട്ടിലെത്തും. കാരണം എന്താ വെച്ചാൽ 1400 കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തിരുന്നു. അവിടെ നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ നാസിക്ക്, അതേപോലെ റിട്ടേൺ അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് ലോങ് ആയ കുറച്ചുകൂടി റോഡൊക്കെ നല്ല ക്ലിയർ ആയ റോഡ് കൂടി തന്നെയാണ് നമ്മൾ ഈ കുറച്ച് ലോങ് കൂടി റൂട്ട് കൂടി നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് നേരത്തെ നാട്ടിലെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കാരണത്താൽ നമുക്ക് വീഡിയോ ഒന്നും കോളേജിൽ നിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഉടൻ തന്നെ നമ്മൾ കോളേജിലേക്ക് എന്തായാലും വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കോളേജ് എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചാണ്. കുറേ സസ്റ്റൈൻ്റെ കുറേ പ്ലെയിനുകളെല്ലാം ഉണ്ട് യൂസ്ഡായ, അതേപോലെ പ്രാക്ടിക്കലിനൊക്കെ ട്രെയിനിങ്ങായി പേഴ്സൺ ഉപയോഗിക്കുന്ന എല്ലാ എയർക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഡീറ്റെയിൽ അപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ വണ്ടിക്ക് CNG അടിക്കാൻ വേണ്ടി ഇവിടെ പമ്പ് കയറ്റിയിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു നമുക്ക് സാധാരണ ഫുള്ളൊരു വീഡിയോ എടുക്കാനുള്ള ഇത് കിട്ടി. കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ സംസാരിച്ചിട്ടാണ് വീഡിയോ എടുക്കല്. ഇപ്പോൾ നമുക്ക് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടാണ് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു എന്തായാലും നമ്മളായിട്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ, അതായത് ഞാനതിന് ഒറ്റയ്ക്ക് വരുമ്പോൾ ഉള്ള വോയിസ് ഓവർ കൊടുക്കാതെ ഞാൻ ഡയറക്റ്റ് സംസാരിക്കാനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോളേജിൽ നിന്നുള്ള വേറെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ വരുന്ന ടൈമിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള പമ്പിൽ നിന്ന് എല്ലാം CNG അടിച്ചതിന് ശേഷം ഫോൺ റൂട്ടിൽ കാര്യങ്ങളെല്ലാം കാണിക്കണം. സോ സ്റ്റേ ഓൺ ദ വീഡിയോ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ നാസിക്കിൽ താമസിച്ച റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇതാണ് കുബാർ ലോഡ്ജ്. അപ്പോൾ നിങ്ങൾക്ക് ഏരിയ കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂം സെലക്ട് ചെയ്യുന്നതാണ്. കാരണം നല്ല ഒരു അഫോർഡബിൾ റേറ്റുമാണ്. പിന്നെ നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നാട്ടിലേക്ക് അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഇനി ഏകദേശം 18 മണിക്കൂറോളം നോൺ സ്റ്റോപ്പ് ജേണി ആയിരിക്കും ഗൈസ്. അപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് വേറെ സ്പോട്ടിലൊന്നും വിസിറ്റ് ചെയ്യാതെ വെറും വണ്ടിയിലുള്ള യാത്ര മാത്രമുള്ള വീഡിയോ ചെയ്യുന്നതെന്ന്. സോ ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഈ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായൊരു പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ നാസിക് ടൗണിൽ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, അത് എനിക്കും അറിയാം. പക്ഷേ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ. പക്ഷേ നമ്മളെന്തായാലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയുള്ള കൊല്ലങ്ങളിൽ നമ്മളിവിടെയാണ്. അപ്പോൾ നമ്മളെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാസിക്കിൽ നിന്ന് നമ്മൾ ടൗണിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി കാണിക്കാം. അതുവരെ നിങ്ങളൊരു വ്യൂ കണ്ടിട്ട് വരൂ. അപ്പോൾ ഗൈസ്, നമ്മൾ നാസിക്കിൽ നിന്നും ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ പൂനെയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടി നമുക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി പൂനെയിലേക്ക് കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചാൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഇവിടെ പൂനെ ഹൈവേ റോഡ് കൂടെ യാത്ര ചെയ്തപ്പോൾ ചുറ്റുഭാഗമുള്ള വ്യൂ പോയിൻ്റ് അങ്ങനെ ആസ്വദിച്ച് നമ്മൾ പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വീഡിയോയിൽ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വോയിസ് ഓവറിനോട് അത്ര താല്പര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അധികം വീഡിയോസിൽ നേരിട്ട് സംസാരിച്ച് കൊണ്ടാണ് വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ചുറ്റുപാടുള്ള ഏരിയ ഒന്ന് കറങ്ങിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങളോട് കാണിക്കും. അപ്പോൾ
നമുക്ക് കാണിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ യാത്ര ദൂരം കൊണ്ടുള്ള അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടുകൂടിയാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ വോയിസ് ഓവറായി ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി നമ്മൾ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഉടൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും വ്യൂ പോയിൻ്റുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനലി പൂനെയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പൂനെ സിറ്റിയിലുള്ള ടൗൺ ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റുഭാഗം അടിപൊളി സ്കൈ കേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഫ്ലാറ്റ്സ് കാര്യങ്ങൾ. കാരണം പൂനെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സിറ്റിയാണ്. അതേപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂനെയിൽ വരുന്നതും. അപ്പോൾ ഇങ്ങനൊരു എക്സൈറ്റ്മെൻറ്റ് വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഈ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചുറ്റുഭാഗം ഏരിയകൾ കാണാൻ നല്ല പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല മാക്സിമം വ്യൂസും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴിയുമ്പോൾ കുറച്ച് ദൂരം കൂടിയതുമാണ്. അതുപോലെ തന്നെ പല റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ റോഡിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നാസിക്കൊക്കെ പോകുമ്പോഴുള്ള അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തിരിച്ച് അത്രയ്ക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് എത്തുമ്പോഴൊക്കെ പരിപാടികളുണ്ട്. അതായത് റോഡ് കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പൂനെ സിറ്റിയിലുള്ള സൈഡ് വ്യൂ കൂടെ ഇങ്ങനെ പോകുമ്പോഴാണുള്ള ഒരു നൈറ്റിലുള്ള അതൊരു ഈവനിങ് ടൈമിലുള്ള വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ഈവനിങ് ആയതുകൊണ്ട് തന്നെ പൂനെ സിറ്റി ഇപ്പോൾ നൈറ്റിലേക്ക് അങ്ങനെ തിരിഞ്ഞാണ്. അപ്പോൾ ചുറ്റുപാടുള്ള വ്യൂ എല്ലാം ആസ്വദിച്ച ശേഷം നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നമുക്ക് നിൽക്കണം. കാരണം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം കോളേജിൽ നിന്ന് നമ്മൾ ഏകദേശം 3 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിനായൊരു കാര്യങ്ങളൊക്കെ വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്രയൊന്നും കംപ്ലീറ്റ്ലി അവിടുന്ന് വീഡിയോ എടുക്കാനോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ടും ആ ഒരു കാരണത്താൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. ഇപ്പോൾ നമ്മളിനി നിയർ ബൈ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ള നമുക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂനെ മംഗലാപുരം റൂട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു തുരങ്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ തുരങ്കം ഏകദേശം 2 കിലോമീറ്ററോളം അടുപ്പിച്ച് ഒരു തുരങ്കമാണ്. അപ്പോൾ അതിനുള്ള വ്യൂ പോയിൻ്റാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങളത് എൻജോയ് ചെയ്തോളൂ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി തുരങ്കത്തിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 2 കിലോമീറ്ററോളം ഒരു വ്യൂ ഒക്കെ അതേപോലെ തന്നെ അടിപൊളി റൈഡൊക്കെ എൻജോയ് ചെയ്ത ശേഷം നമ്മളങ്ങനെ എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മംഗലാപുരം വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തുരങ്കം റൈഡ് നിങ്ങൾക്കും എൻജോയ് ചെയ്യുന്നതായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിയർ ബൈ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തിട്ട് നമ്മളങ്ങനെ ലൊക്കേഷൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം കാണിക്കാം കേട്ടോ. അപ്പോൾ കാശ് നമ്മളിപ്പോൾ ഉള്ളത് കടാറ മഹാരാഷ്ട്രയിലെ സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 500-550 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് മംഗലാപുരത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ധാബയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഉള്ള വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കണ്ടിന്യൂസ് 12 മണിക്കൂറോളം സ്ട്രെയിറ്റ് ആ ജേണിയാണ്. നൈറ്റ് ഫുള്ളും ഡ്രൈവിങ് തന്നെയാണ്, ഒരു നോൺ സ്റ്റോപ്പില്ല. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് വണ്ടി കയറിയിട്ട് മംഗലാപുരത്ത് എത്തിയിട്ട് ബാക്കിയാണ്. സോ സ്റ്റേറ്റിനോട് കൂടി അപ്പോൾ കാശ് ഒരു അടിപൊളി ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ ഈ ഏരിയയിൽ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡെന്ന് വെച്ചാൽ പനീറും റൊട്ടിയും പിന്നെ അണ്ട മസാലയും, അതായത് മുട്ട മസാല രക്ഷയില്ല, ഭയങ്കര എരിവും അതുപോലെ അടിപൊളി മസാലയിടാം. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഡയറക്റ്റ് അതേപോലെ തന്നെ 12 മണിക്കൂർ സ്ട്രെയിറ്റ് ആ ജേണിയാണ്. അപ്പോൾ നോൺ സ്റ്റോപ്പ് എവിടെയും നിർത്തുന്നില്ല. കാരണം എയർലി ഇപ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു 10 മണിയാകുമ്പോഴേ അവിടെ എത്തുള്ളൂ മംഗലാപുരത്ത്. അവിടെ നിന്ന് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കേരളം വഴി കാസർഗോഡ് വഴി അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന പ്രതീക്ഷയിലൂടെയാണ് യാത്ര തുടരുന്നത്. എന്തായാലും നമ്മളെന്തായാലും നാട്ടിലെത്തുന്ന ടൈം എപ്പോഴാണെന്ന് അറിയില്ല, കറക്റ്റ് ടൈം പറയാനില്ല. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ടൈമിങ്ങും കൂടും. കാരണം കറക്റ്റ് ഒരു ടൈമിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ മംഗലാപുരത്ത് ഏർലി മോർണിംഗിൽ എത്തുമ്പോൾ ബാക്കി കാണാം കേട്ടോ. സോ സ്റ്റേ ആയിട്ട് വീഡിയോ. അപ്പോൾ ഏർലി മോർണിംഗ് കാണാം.
അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ മംഗലാപുരം എത്താനായിട്ടുണ്ട്. ഇനിയൊരു കുറഞ്ഞ ദൂരം കൂടി ആയാലും നമ്മൾ മംഗലാപുരം എത്തിച്ചേരും, ടൗണിൽ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മളങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മംഗലാപുരം കാട് വഴി കൂടിയാണ് നമ്മൾ മംഗലാപുരം ടൗണിലേക്ക് എത്തുന്നത്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, അപ്പോൾ മഴ പെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ നാസിക്കിൽ പോന്നപ്പോൾ അതെ പൂനെ വഴിയൊക്കെ ഏരിയ കൂടെ ടച്ച് ചെയ്തപ്പോഴൊന്നും മഴക്കാറോ മഴയൊന്നുമില്ല. അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ പിന്നെ അങ്ങനെയാണല്ലോ, മഴയൊന്നും ഉണ്ടാവില്ലല്ലോ. ചില നേരത്ത് മഴ ഉണ്ടാവും, ചില നേരത്ത് മഴ ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ടൈം അവിടെ നല്ല മഴ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, അപ്പോൾ ഏത് നേരത്തും മഴ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടത് ചെറിയ ചായ എല്ലാം കുടിച്ചിട്ടോ. അതൊക്കെ ഉറക്കക്ഷീണം കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ ഉറക്കമൊന്നുമല്ലല്ലോ, വണ്ടികൾ കണ്ടിന്യൂസ് ജേണി അല്ലേ. അപ്പോൾ ആ പറഞ്ഞ ശേഷം മഴ പെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ മംഗലാപുരം കാട് വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനിയൊരു വെറും 5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കേരള ബോർഡർ കടക്കുന്നതായിരിക്കും. അതായത് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മംഗലാപുരമുള്ള വ്യൂ പോയിൻ്റ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി വണ്ടിക്ക് CNG അടിക്കാണ് വണ്ടി കയറുന്നത്. അപ്പോൾ കാശ് നമ്മൾ ഫൈനലി ഇപ്പോൾ മംഗലാപുരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഗ്യാസ് അടയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫൈനലി മംഗലാപുരം ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരെ കേരളത്തിലേക്ക് കാസർഗോഡ് അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ മുംബൈ നാസിക്കിൽ നിന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നമ്മൾ കോളേജ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത മന്താണ് നമ്മളെ കോളേജിലേക്ക് പോകാനുള്ള ഡേറ്റ് നമ്മൾ ഓഫർ ലെറ്റർ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ ലെറ്റർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നാസിക്കിലേക്ക് കൊണ്ടും പോകും. അത് ചിലപ്പോൾ വണ്ടിയിലല്ല, വേറെ രൂപത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ബെല്ലൈക്കൺ കൊടുക്കുക. സോ ഗൈസ് ഇനി ഇതേപോലെ നല്ല കിടലക്കണ്ടായ വീഡിയോ പ്രതീക്ഷയിലൂടെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.